ആൻ്റപ്പൻ്റെ കരണം പുകച്ച് അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, അലീനയാണെങ്കിൽ എത്ര തവണ ചോദിച്ചിട്ടും അവർ ഒന്നും വിട്ടു പറയുന്നില്ല. ഒടുവിൽ അലീന തന്നെ വല്യപ്പച്ചനുമായിട്ട് കടക്കാരനോട് നേരിട്ട് സംസാരിച്ച് ആ കാര്യത്തിലേക്ക് എത്തുന്നതാണ്, ആ സത്യത്തിലേക്ക് എത്തുന്നതാണ് കാണാനായിട്ട് കഴിയുക, സാധിക്കുക. സത്യം അറിഞ്ഞു കഴിഞ്ഞ അലീനയാണെങ്കിൽ വേറെ ഒന്നും പിന്നെ കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല എന്ന് കാണാം. അതായത് തന്നെ പപ്പയെ ചതിക്കുന്ന കള്ളന്മാരായ ജോലിക്കാരെ അധികം നാൾ ഇനി ഇവിടെ നിർത്താനോ, ഇങ്ങനെ നിർത്തുകയാണെങ്കിൽ അവരെ ഒരു പാഠം പഠിപ്പിക്കേണ്ടതും അത്യാവശ്യമാണെന്ന് അലീന തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ അവരെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം അലീന പറയുന്നുണ്ട്, നിങ്ങളെ ആ നടു റോട്ടിലിട്ട് നാണം കെടുത്താൻ കഴിയാത്തത് കൊണ്ടല്ല, എൻ്റെ പപ്പയ്ക്ക് നിങ്ങളെ ഒരുപാട് വിശ്വാസമായതുകൊണ്ടും ഇഷ്ടമായതുകൊണ്ടുമാണ് ഞാനത് ചെയ്യാതിരുന്നത് എന്ന് പറയുന്നു. എന്നിട്ടും എൻ്റെ പപ്പയുടെ വിശ്വാസത്തിന് നിങ്ങൾ എന്ത് വിലയാണ് കൊടുത്തതെന്ന് ചോദിക്കുന്നു. വെറുതെ അല്ലല്ലേ പൗലോസേട്ടാ ഞാനിങ്ങനെ നിങ്ങളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ വരുമ്പോൾ നിങ്ങളിങ്ങനെ എന്നെ മാറ്റി നിർത്തിയത് എന്ന്. അതായത് നിങ്ങൾ കള്ളത്തരം ചെയ്യുന്നത് കൊണ്ടാണല്ലേ എന്നെ മാറ്റി നിർത്തിയത് എന്ന് ചോദിക്കുന്നു. ഞാനെങ്ങാനും അത് അറിഞ്ഞാൽ ആകെ പ്രശ്നമാകുമെന്ന് നിങ്ങൾക്കറിയാമല്ലേ. അതല്ലേ നിങ്ങൾ എന്നെ അനുസരിക്കാത്തതും എനിക്ക് പിടിവരാത്തതുമെന്ന് അലീന ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ കുഞ്ഞെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയൊന്നും വിചാരിച്ചല്ല ചെയ്തത് എന്ന് പറയുന്നു. നിങ്ങൾ എങ്ങനെ വിചാരിച്ച് ചെയ്തെന്നൊക്കെ ഇപ്പം എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി. എന്തിനാണ് പപ്പയുടെ വിശ്വാസത്തെ നിങ്ങൾ ചൂഷണം ചെയ്തത് എന്ന് അലീന ചോദിക്കുകയാണ്. അല്ല പൗലോസേട്ടാ, നേരത്തെ ഉരുളക്കുപ്പേരിമാരി മറുപടി പറഞ്ഞതാണല്ലോ, ഇപ്പോൾ എന്തു പറ്റി? മറുപടി പറയാൻ വായിലെ നാക്ക് എവിടെയെങ്കിലും പോയോ എന്ന് ചോദിക്കുന്നു. എന്തിനാണ് ചതി ചെയ്തത് എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഉത്തരമില്ലേ എന്ന് പറയുന്നു, ചോദിക്കുന്നു. ഇതേ സമയം ബൈജുവേട്ടാ നിങ്ങൾക്കും പറയാം, നിങ്ങളും ഈ ചതിയുടെ ഭാഗം തന്നെയാണല്ലോ എന്ന് പറയുന്നത് കാണാം. അത് പിന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥയാണ് എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞാലും അവസ്ഥയെ കൂട്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് നിർത്താറായില്ലേ എന്ന് ചോദിക്കുന്നു. എന്തോരം കള്ളത്തരമാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് അവസ്ഥ? പപ്പ നിങ്ങൾക്ക് നല്ല ഉയർന്ന ശമ്പളം തന്നെയാണ് തരുന്നത്. അതിനുള്ള ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ജോലി എടുക്കുന്നുണ്ടോ? പപ്പ നിങ്ങളെ വിശ്വസിക്കുന്നതാണോ നിങ്ങൾ പപ്പയ്ക്ക് നൽകുന്ന, അതായത് പപ്പ നിങ്ങളെ വിശ്വസിച്ച് ഇവിടെ നിർത്തിയപ്പോൾ തിരിച്ച് നൽകുന്നത് കളവും ചതിയുമാണോ എന്ന് അലീന ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൗലോസാണെങ്കിൽ തലകുനിച്ച് കൈകെട്ടി അലീനയുടെ മുൻപിൽ ഒന്നും പറയാൻ കഴിയാതെ നിൽക്കുകയാണ്. നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഉത്തരവൊന്നും പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ മാത്രമല്ല ആൻ്റപ്പൻ ചേട്ടനും ഉണ്ട് എന്ന് പറയുന്നു. ഞങ്ങൾ എല്ലാവരും ചേർന്നാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അപ്പോൾ ആൻ്റപ്പൻ ചേട്ടനും ഉണ്ടല്ലേ ഇതിൽ. അപ്പോൾ എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ്, വെറുതെ അല്ല. എനിക്കിത് നേരത്തെ തോന്നിയതാണ്. ഈ വലിയ വീട്ടിലും പപ്പ ഇങ്ങനെ മദ്യപിക്കുന്നതും കൊണ്ടൊക്കെ ശ്രദ്ധിക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു അല്ലേ. ഇനി നിങ്ങളുടെ മേലിൽ എൻ്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. നിങ്ങളെപ്പോലുള്ള കള്ളന്മാർ എൻ്റെ പപ്പയെ പറ്റിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ തടയുമെന്ന് പറയുന്നു. എടാ പൗലോ, എന്തായാലും നീയാൾ കൊള്ളാട്ടോടാ, നിൻ്റെ സ്വഭാവം സമ്മതിച്ച് തരണം നിന്നെ. എന്തൊക്കെ തട്ടിപ്പാടാ നിൻ്റെ കയ്യിലുള്ളത്. എൻ്റെ മോള് വന്ന്
പിടിക്കുക ചെയ്തതോടെ നിനക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ? ഇതാണ് നിൻ്റെ സത്യസന്ധത, നിൻ്റെ ആത്മാർത്ഥത. എല്ലാ തവണയും നീ പറയുന്നുണ്ടല്ലോ സത്യസന്ധതയും ആത്മാർത്ഥതയും. അതിൻ്റെ അർത്ഥം വല്ലതും നിനക്കറിയോടാ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം പൗലോസാണെങ്കിൽ മിണ്ടാതെ നിൽക്കുകയാണ്. തുടർന്ന് നമ്മുടെ പൗലോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഇത് ഞാൻ പപ്പയെ അറിയിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. പൗലോസേട്ടൻ ഇനി ഇവിടെ നിന്ന് ജോലി മതിയാക്കി പോകാൻ പറ്റുമെന്ന് വിചാരിക്കേ വേണ്ട. ഒരുപാട് പൈസ ഇവിടേക്കിപ്പോൾ തരാനുണ്ട് പൗലോസേട്ടൻ. അതുകൊണ്ട് തന്നെ ജോലിയെടുത്ത് വീട്ടിയിട്ടൊക്കെ പോയാൽ മതി. പിന്നെ എന്നെ ഇനി ധിക്കരിക്കാനെങ്ങാനും ശ്രമിച്ചാൽ നിങ്ങൾക്കെതിരെ വഞ്ചനാ കുറ്റത്തിനും മോഷണത്തിനും പണം തട്ടിയെടുത്തതിനുമെതിരെ ഞാൻ കേസ് കൊടുക്കുമെന്ന് അലീന പറയുകയാണ്. ഇത് പപ്പ അറിഞ്ഞാലും പപ്പ തടഞ്ഞാലും ഞാൻ കേസ് കൊടുക്കുമെന്ന് അലീന ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആൻ്റപ്പൻ ചേട്ടനല്ലേ, ആൻ്റപ്പൻ ചേട്ടന് ഞാൻ ആവശ്യത്തിന് കൊടുത്തോളാം. പാവത്താനെപ്പോലെ നടിച്ച് എൻ്റെ പപ്പയെ ചതിക്കാൻ കൂട്ടുനിന്നിരിക്കുന്നു. എല്ലാത്തിനെയും ഞാൻ കാണിച്ചു തരുന്നുണ്ട്, എല്ലാത്തിനെയും ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്ന് അലീന പറയുകയാണ്. ഇതേ സമയം അലീന ആൻ്റപ്പൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നിനക്ക് അവളെ മര്യാദയ്ക്ക് അനുസരിച്ചാൽ മതിയായിരുന്നില്ലേ? സത്യങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഇനിയിപ്പോൾ നീ പെട്ടടാ പൗലോ. അവൾ നിന്നെ അനങ്ങാൻ സമ്മതിക്കില്ല. നിന്നെ അവൾ കുടുക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം നമ്മുടെ ആൻ്റപ്പൻ്റെ അടുത്തേക്ക് അലീന പോവുകയാണ്. അപ്പോൾ അവധുക്കുട്ടിയും പോയി കഴിയുമ്പോൾ ഈശ്വര പെട്ടല്ലോ എന്ന് ആലോചിക്കുകയാണ് പൗലോസ്. എൻ്റെ പൗലോ ചേട്ടാ, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ അനുഭവിക്കുക, അല്ലാതെ എന്ത് ചെയ്യാനാ, നമ്മൾ ചെയ്തതിൻ്റെ ബലമല്ലേ എന്ന് ബൈജുവിനോട് പൗലോ പറയുകയാണ്. തുടർന്ന് ആൻ്റപ്പൻ്റെ അടുത്തേക്ക് അലീന ചെന്നുകൊണ്ട് പറയാണ്, ആൻ്റപ്പൻ ചേട്ടാ, നിങ്ങളും ഈ കൂട്ടും ചതിക്ക് കൂട്ടുനിന്നല്ലേ? നിങ്ങളും എൻ്റെ പപ്പയെ ചതിക്കാൻ കൂട്ടുനിന്നല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അലീന പൊട്ടിത്തെറിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. അത് പിന്നെ മോളെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓരോ വിളിയിലും ഓരോ സംസാരത്തിലും ചതിയുണ്ട് എന്ന് അലീന പറഞ്ഞു വയ്ക്കുകയാണ്. നിങ്ങളെപ്പോലുള്ള ഇത്രയും നെറികെട്ടവരാണ് തൻ്റെ പപ്പയുടെ കൂടെ നടക്കുന്നതെന്ന് തനിക്കിന്നാണ് മനസ്സിലായത്. വിശ്വസിക്കുന്നവരെ തന്നെ ചതിക്കുന്ന തനിക്ക് നാളെ എന്നെ ഇല്ലാതാക്കാൻ വരെ തോന്നിയേക്കാമെന്ന് പറയുകയും സ്റ്റാലിനെ വിളിച്ച് കാര്യം പറയുകയും തുടർന്ന് സ്റ്റാലിൻ്റെ മുൻപിൽ വെച്ച് തന്നെ ആൻ്റപ്പൻ്റെ കരണത്ത് തല്ലുകയും ചെയ്യുന്ന നമ്മുടെ അലീന ഞെട്ടിപ്പോവാണ് നമ്മുടെ സ്റ്റാലിൽ നിന്നും കാണാൻ സാധിക്കും.